കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ നേര് എന്ന് പറയുന്ന സിനിമ. ചിത്രം ഇന്ന് 15ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് വ്യാഴാഴ്ച വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഈ ഒരു ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ എന്താണ് അവസ്ഥ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ എടുത്ത ഇന്നത്തെ കാലിക്കറ്റ് ഏരിയയിലെ ബുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എന്നാലും തിങ്കളാഴ്ച ന്യൂ ഇയറിൻ്റെ അന്ന് വരെ ഓരോ മണിക്കൂറിലും 5000 ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടേക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ ഷോക്കും ബുക്കിങ്ങും ഇന്നലത്തെ കളക്ഷനും ഒക്കെ നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് കളക്ഷനിൽ വലിയൊരു ഇടിവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1:45 സമയം. ഞാൻ ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് 1000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ 1 അവറിൽ പോയെങ്കിൽ മാത്രമേ ട്രെൻഡിങ്ങിൽ കാണിക്കുകയുള്ളൂ. ഇതുവരെയും നേര് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 1 അവറിലുള്ളത് ട്രെൻഡിങ്ങിൽ വന്നിട്ടില്ല. ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ വേഗതയും കാര്യങ്ങളെല്ലാം കണ്ട സമയത്ത് എല്ലാ പ്രേക്ഷകരും ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു 2023 രണ്ടാമത്തെ 100 കോടി തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നേടുന്ന സിനിമയായി നേര് മാറുമെന്ന്. എന്നാൽ അവിടേക്ക് എത്തുന്നതിനുള്ള തടസ്സം തന്നെയാണ് നേര് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ അനുഭവിക്കുന്നത്. വീക്കെൻഡ് വരാൻ വേണ്ടി പോവുകയാണ്. ഈ വർക്കിംഗ് ഡേയിലെ കളക്ഷൻ ഇടിവും കാര്യങ്ങളെല്ലാം വീക്കെൻഡിൽ ഈ ഒരു ചിത്രം ഓവർകം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജന.